അപ്പോൾ വിസ റിജക്റ്റ് ആയി, അതാണ് കാര്യം. അതെ ബ്രോ, ആളെൻ്റെ അനിയനാണ്. അപ്പോൾ ഇപ്പോൾ 3 ദിവസത്തിനത് വരായിരുന്നതായിരുന്നു. അപ്പോഴേ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത വിസ ഇപ്പോൾ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. വിസ ആപ്ലിക്കേഷൻ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ നോർമലായിട്ട് 2 റീസൺ കൊണ്ടാണ് വിസ റിജക്റ്റ് ആവുന്നത്. ഒരാൾ ദുബായ് വിസയിൽ ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആയതിനു ശേഷം 30 ദിവസമെങ്കിലും നാട്ടിൽ നിൽക്കണം, അല്ലാത്ത പക്ഷേ അത് റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണല്ലേ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ റിജക്ഷൻ കിട്ടും. ദുബായ് ടൂറിസ്റ്റ് വിസയിൽ വരുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇപ്പൊ ക്യാൻസലേഷൻ കഴിഞ്ഞാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാൾക്ക് അപ്ലൈ ചെയ്യാം, അയാളുടെ വിസ അപ്രൂവ് ആയി കിട്ടും. ദുബായ് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് എക്സിറ്റ് ആവുന്നവർക്ക് എങ്ങനെയാണ്? അപ്പോൾ ദുബായ് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് എക്സിറ്റ് ആയാൽ ഒന്നുകിലും 30 ദിവസത്തിന് ശേഷം വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുക, ഓക്കെ. അല്ലെങ്കിൽ ഷാർജ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഷാർജ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടും. അപ്പോൾ ഈ ഷാർജ വിസ വെച്ച് എങ്ങനെയാണ് ദുബായിൽ വരുന്നത്? ഷാർജ വിസയുടെയും ദുബായ് വിസയുടെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ദുബായ് വിസ ഉപയോഗിച്ച് വരുന്നത് പോലെ ഷാർജ വിസ ഉപയോഗിച്ചും UAE ഏത് എമിറേറ്റ്സിലാണ് വരാം. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടേ? അനിയൻ്റെ ഡോക്യുമെന്റ് ഷെയർ ചെയ്തോ, നമുക്ക് ഷാർജ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ UAE വിസ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.